ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ തമ്മിലിൽ കണ്ടിട്ടുണ്ടാവും. നെയിൽ നമുക്ക് എങ്ങനെയൊക്കെ കെയർ ചെയ്യാൻ പറ്റും, നമുക്ക് നെയിൽ ഗ്രോത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. പിന്നെ വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യാതെ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നെയിൽ കെയറിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിൽ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി മോയ്സ്ചറൈസ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചോദിച്ചാൽ, ആദ്യം നമുക്കൊരു മോയ്സ്ചറൈസർ നെയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നെയിൽ ക്രീംസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നെയിൽസ് എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രിം യുവർ നെയിൽ കറക്റ്റ്ലി, അതായത് നമ്മുടെ നെയിൽസ് നമ്മൾ കറക്റ്റായിട്ട് ട്രിം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ എൻ്റെ നെയിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇത് കട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇത് നമ്മുടെ ബ്രേക്സ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ നെയിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയിൽസിലുള്ള ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകും. അങ്ങനെ ബ്രേക്സ് നമുക്ക് തടയാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ട്രിം ചെയ്യുമ്പോൾ നമ്മുടെ നെയിൽസ് നമ്മൾ ട്രിം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ട്രിം ചെയ്യാനായിട്ട് നോക്കുക. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഓവർ വാഷ് യുവർ നെയിൽസ്, അതായത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്നത് കുറയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെയിൽസിൻ്റെ കട്ടി കുറയാനും അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ടും ഉള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെന്ന് കൈ കഴുകുന്നത് നമ്മുടെ നെയിൽസിൻ്റെ ആ ഒരു കട്ടി കുറയ്ക്കാനും പൊട്ടിപ്പോകാനായിട്ടും ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അടുത്തായിട്ട് വെയർ ഗ്ലൗസസ് വെൻ യൂസിങ് ഹാഷ് പ്രൊഡക്ട്സ്, അതായത് നമ്മൾ ഡിറ്റർജൻസ്, ക്ലീനിങ് പ്രൊഡക്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഗ്ലൗസ് ധരിക്കാനായിട്ട് നോക്കുക. ഇത് നമ്മുടെ നെയിൽസിൻ്റെ കട്ടി കുറയ്ക്കാനും പെട്ടെന്ന് തൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ലീനിങ് പ്രൊഡക്ട്സും അതേപോലെ ഡിറ്റർജൻസും നമ്മൾ തുണി കഴുകുന്ന സമയത്തും അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സമയത്തും നമ്മളൊരു ഗ്ലൗസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് നമ്മുടെ നെയിൽസിനെ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കുറയ്ക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഹാഷ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഗ്ലൗസ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എപ്പോഴും ഗ്ലൗസ് കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്നറിയാം, എന്നാലും നമ്മൾ കൂടുതലായിട്ടും ഗ്ലൗസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കൂടുതൽ ബയോട്ടിൻ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ബയോട്ടിൻ സപ്ലിമെന്റ്സിനകത്ത് ബി കോംപ്ലക്സ് ഉണ്ട്. ഇത് നമ്മുടെ നെയിൽസിനെ ഹെൽത്തിയർ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ബയോട്ടിൻ സപ്ലിമെന്റ്സ് ആണ്. ഇതിനകത്തിൽ ബി കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നഖത്തിന് ഇത് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവേഴ്സ് അധികം യൂസ് ചെയ്യാതിരിക്കുക. റിമൂവേഴ്സ് ഒഴിവാക്കാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും ബെറ്റർ. നിങ്ങളുടെ നെയിൽ പോളിഷ് കളയാൻ അറിയാം, നമ്മൾ എപ്പോഴും നെയിൽ പോളിഷ് കളയാൻ വേണ്ടി എപ്പോഴും നമ്മൾ റിമൂവേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ നഖത്തിന് ഭയങ്കര കേടാണ്. ഈ റിമൂവേഴ്സ് കഴിവതും മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഈ നഖത്തിൽ ഇങ്ങനെ റിമൂവേഴ്സ് ഇട്ട് ഇങ്ങനെ വായിച്ച് കളയുന്നത് നമ്മുടെ നഖത്തിൻ്റെ ആ ഒരു കട്ടി കുറയ്ക്കാനും അതേപോലെ തന്നെ നെയിൽസിനെ ഗ്രോ ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു. അപ്പോൾ റിമൂവേഴ്സ് കഴിവതും നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് റിമൂവേഴ്സ് നിങ്ങളുടെ നഖത്തിനെ വരണ്ടതാക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റിമൂവേഴ്സ് കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് യൂസ് നെയിൽ ബ്രഷ്, അതായത് നിങ്ങളുടെ നഖം ക്ലീൻ ചെയ്യാനായിട്ട്, നെയിൽസ് ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങളൊരു ബ്രഷ് യൂസ് ചെയ്യുക. അതും ഭയങ്കര ഹാർഡായിട്ടുള്ള ബ്രഷ് അല്ല, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് നഖം നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ കഴിവതും നഖത്തിനിടയിൽ നഖത്തിനിടയിൽ നമ്മളുടെ അഴുക്കൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ നെയിൽസിനും അത് നല്ലതല്ല. അപ്പോൾ ഒരു നെയിൽ ബ്രഷ് യൂസ് ചെയ്ത് നഖം നമ്മൾ എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് പറയാൻ പോകുന്നത് നെയിൽസ് ഗ്രോത്ത് ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മസാജ് യുവർ നെയിൽസ്. ഈ മസാജ് യുവർ നെയിൽസ് എന്ന് പറയുമ്പോൾ നെയിൽസ് മസാജ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യിക്കാനും അതുപോലെ തന്നെ നെയിൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നെയിൽസ് നന്നായിട്ട് മസാജ് ചെയ്യുക. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് നെയിൽ സിറംസ്, അതായത് നമ്മൾ നെയിൽ സിറംസ് യൂസ് ചെയ്യുക. നെയിൽ സിറംസ് കിട്ടും. ഇത് നമ്മുടെ നെയിൽസിൻ്റെ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നെയിൽസിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ നെയിൽസ് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല സിറംസ്, നല്ല പ്രൊഡക്ട്സ് നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അടുത്തായിട്ട് പറയാനുള്ളത് ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്, അതായത് നമ്മൾ വൈറ്റമിൻസ് അതേപോലെ മിനറൽസ് ഒക്കെ ഉള്ള ഫുഡ്സ് കഴിക്കാനായിട്ട് നോക്കുക. ഇത് നമ്മുടെ നഖത്തിനെ നന്നായിട്ട് ആരോഗ്യമാക്കി നിർത്താനും അതേപോലെ തന്നെ നഖത്തിന് നല്ല കട്ടിയുള്ളതാക്കാനും അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഫുഡ്സ് കഴിക്കുമ്പോൾ വൈറ്റമിൻസും മിനറൽസും കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഇത് നമ്മുടെ നഖത്തിനെ നല്ല ഹെൽത്തിയർ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു
പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് ഒഴിവാക്കുക. അതായത് നമ്മൾ ഈ പുക വലിക്കുന്നത് നമ്മുടെ നഖത്തിൻ്റെ ആരോഗ്യം കുറയ്ക്കാനായിട്ടും അതേപോലെ തന്നെ നെയിൽ ഗ്രോ ചെയ്യുന്നത് തടയാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നഖത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നതാണ്. കോമൺ ആയിട്ട് നമ്മളുടെ നഖത്തിനുണ്ടാകുന്ന ഇഷ്യൂസാണ് പറയാൻ പോകുന്നത്. ഒന്നാമത് യെല്ലോ കളറിലെ നഖങ്ങൾ, അതായത് നമ്മുടെ നഖത്തിന് ഒരു മഞ്ഞ ഷെയ്ഡ് ഉണ്ടാവും. ഇത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നഖത്തിലെ കറ നീക്കം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് ഹോം കെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നഖം നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് ഏറെക്കുറെ ഒരു മഞ്ഞ ഷെയ്ഡ് കുറയ്ക്കുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാം, അല്ലെങ്കിൽ ഹോം മെയ്ഡ് റെമഡീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചിലരുടെ നഖത്തിൽ ഇങ്ങനെ മഞ്ഞ കളർ ഉണ്ടാവും, ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ട് ഒരു നമ്മുടെ ഒരു വൈറ്റ് കളർ മാറി ഒരു യെല്ലോ കളറായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നാരങ്ങ യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാനായിട്ട് പറ്റും. അടുത്തതാണ് ബയോട്ടിൻ. നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ചിലർക്ക് കണ്ടുവരുന്നതാണ്. എൻ്റെ നേരത്തെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നഖങ്ങൾ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ അത് ബയോട്ടിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബി കോംപ്ലക്സ് ഉണ്ട് ബയോട്ടിനകത്ത്. അപ്പോൾ നിങ്ങൾ വൈറ്റമിൻസും മിനറൽസും ഒക്കെ യൂസ് ചെയ്യുന്ന വൈറ്റമിൻസും മിനറൽസും ഉള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബയോട്ടിൻ്റെ ടാബ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ടാബ്ലറ്റ് കഴിക്കുന്നത് നഖത്തിനെ നല്ല ഹെൽത്തിയർ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് നമ്മുടെ നെയിൽസിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ പറ്റും. ഇനി അത് നിങ്ങൾ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് കീപ്പ് യുവർ നെയിൽസ് ക്ലീൻ ആൻഡ് ഡ്രൈ. അതായത് നിങ്ങളുടെ നെയിൽസ് ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടും സൂക്ഷിക്കാനായിട്ട് നോക്കുക. ഫംഗൽ ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞ പോലെ ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത് പൊട്ടുന്ന നഖങ്ങൾ. ഓൾറെഡി ഞാൻ പറഞ്ഞു, നഖങ്ങൾ സ്പ്ലിറ്റായി പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓവറായിട്ട് റിമൂവേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൈ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നതിനാണ് പെട്ടെന്ന് നഖങ്ങൾ ബ്രേക്കായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ റിമൂവേഴ്സ് അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ വാഷ് ഔട്ട് ചെയ്യുന്നത് നിർത്തുക. അപ്പോൾ നഖത്തിന് കട്ടി ഉണ്ടാവും. പിന്നെ ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുക. ഈ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ധാരാളം കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നഖങ്ങൾ കെയർ ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ നമുക്കറിയാം. നമ്മുടെ നെയിൽസ് എപ്പോഴും ചിലർ നന്നായിട്ട് നഖങ്ങൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് നഖം വളർത്താത്ത ആൾക്കാരായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്കൊക്കെ നല്ല ലോങ് ആയിട്ടുള്ള നഖങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള കുഞ്ഞു ടിപ്സാണ്. പിന്നെ നഖങ്ങളെപ്പോഴും വൃത്തിയാക്കി വെക്കാനായിട്ട് സൂക്ഷിക്കുക. നമ്മളിങ്ങനെ വളർത്തിയാൽ മാത്രം പോരാ, നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല ഡ്രൈ ആക്കി വെക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.